Dear students, good morning. In the number discuss നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്നുള്ള ചാപ്റ്ററിന്റെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് പ്രോഫിറ്റ്. ശ്രദ്ധിക്കുക, ബോർഡ് മൊത്തം ചിലപ്പോൾ ക്ലിയർ ആകുന്നതിന് ശ്രദ്ധിക്കുക. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് പ്രോഫിറ്റ്. വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രോഫിറ്റും കമ്പനിയുടെ പ്രോഫിറ്റും അതുപോലെ തന്നെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടും, അതായത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാം? റിഡംഷൻ നടത്തുക. അതായത് റിഡംഷൻ എങ്ങനെയാണ് നടത്തുന്നത്? രണ്ട് രീതിയിൽ രണ്ട് മെത്തേഡിന്റെ ഒരു മിക്സിംഗ് ആണ്. അതായത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയറും ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്രോഫിറ്റ്, കമ്പനിയുടെ പ്രോഫിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡംഷൻ നമ്മൾ ഒരിക്കൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രിഫറൻസ് ഷെയറുകൾ നമ്മൾ ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുകയും, അല്ലെ, ഒരു നിശ്ചിത കാലാവധി, അതിന്റെ ഒരു കാലാവധി ഉണ്ടാവും, നിശ്ചയിച്ചിട്ടുള്ള കാലാവധി ഉണ്ടാവും. ആ കാലാവധി കഴിയുന്നതോടെ അത് തിരിച്ചു വാങ്ങുകയും അവരുടെ ക്യാപിറ്റൽ അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും, അല്ലെ. അതായത് ഇപ്പൊ ഞാൻ ഒരു കമ്പനിയുടെ 5 ലക്ഷം രൂപയുടെ പ്രിഫറൻസ് ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ് ഞാൻ വാങ്ങിയതെന്ന് വിചാരിച്ചോ, അതിന്റെ കാലാവധി 10 വർഷമായിരുന്നു. അപ്പൊ ആ 10 വർഷം കഴിയുന്നതോടുകൂടി എന്ത് ചെയ്യും? ആ കമ്പനി എന്റെ അടുത്തിൽ നിന്ന് ആ പ്രിഫറൻസ് ഷെയർ തിരിച്ചു വാങ്ങുകയും ഞാൻ അത് വാങ്ങിയ സമയത്ത് കമ്പനിക്ക് കൊടുത്തിട്ടുള്ള 10 ലക്ഷം രൂപ അവരെന്ത് ചെയ്യും? അവർക്ക് എനിക്ക് തിരിച്ചു നൽകുകയും ചെയ്യും. ചിലപ്പോൾ 10 ലക്ഷം രൂപയാകാം, ചിലപ്പോൾ അതിന്റെ പ്രീമിയവും ഉണ്ടാകാം, അല്ലെ. ചിലപ്പോൾ 10 ലക്ഷം പ്ലസ് പ്രീമിയം, അത് കമ്പനി എങ്ങനെയാണോ തീരുമാനിച്ചിട്ടുള്ളത് ആ എമൗണ്ട് എനിക്ക് കിട്ടും. എങ്ങനെയായാലും എന്റെ കയ്യിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ വാങ്ങുമ്പോൾ അതിന്റെ ക്യാപിറ്റൽ എനിക്ക് കമ്പനി തിരിച്ചു തരുന്നല്ലോ. ആ എമൗണ്ട് കമ്പനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 രീതിയിലാണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്ങനെയാണ്? ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള പൈസ എങ്ങനെയാണ് കമ്പനി കണ്ടെത്തുന്നത്? ഒന്ന്, കമ്പനിയുടെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, പുതിയ കമ്പനിയുടെ ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറോ ഒക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട്, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുകൊണ്ട് അതിലൂടെ കിട്ടുന്ന പണം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും? റിഡംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? കമ്പനിയുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്നും ക്യാഷ് എടുത്തുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും? റിഡംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇത് മൂന്നാമത്തെ ഒരു മെത്തേഡാണ്. അതായത് ഇവിടെ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ഒന്നും പണം ഉപയോഗിക്കുന്നുണ്ട്. അതായത് കുറച്ച് ക്യാഷ് പ്രോഫിറ്റ് കൊടുക്കുക, കുറച്ച് ക്യാഷ് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് എടുക്കുക. നമ്മൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിലൊക്കെ എങ്ങനെയായിരുന്നു? കംപ്ലീറ്റ് ക്യാഷ് ഇവർ കണ്ടെത്തുന്നത്, റിഡംഷന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പണവും കണ്ടെത്തുന്നത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയറിലൂടെയാണ്. പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് അതിലൂടെ കിട്ടുന്ന പണത്തിലൂടെയാണ്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ പ്രോബ്ലത്തിൽ പറഞ്ഞത് റിഡംഷന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പണവും നമ്മൾ എവിടുന്നാണ് കൊടുക്കുന്നത്? പ്രോഫിറ്റിൽ നിന്ന്. ഇനി ഇത് രണ്ടിന്റെയും കൂടി മിക്സ്, കുറച്ച് പണം ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയറിലൂടെയും കുറച്ച് പണം പ്രോഫിറ്റിൽ നിന്ന് എടുത്തുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യും? റിഡംഷൻ നടത്തും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഇതാണ് ക്വസ്റ്റ്യൻ. X Limited has a part of its share capital in 1000 redeemable preference share capital of ₹100 each. X Limited എന്ന കമ്പനിക്ക് has a part of its capital in 1000 redeemable preference shares of ₹100 each. X Limited എന്ന കമ്പനിയുടെ ക്യാപിറ്റലിൽ, ആ X Limited എന്ന കമ്പനിയുടെ മൊത്തം ക്യാപിറ്റലിൽ എന്തുണ്ട്? 1000 redeemable preference share ഉണ്ട്. ഓക്കെ, ഒരു പ്രിഫറൻസ് ഷെയറിന്റെ വില 100 രൂപ. ഒരു 100 രൂപ വിലയുള്ള 1000 റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഈ എക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ക്യാപിറ്റലിൽ. അപ്പൊ നമുക്ക് മനസ്സിലായി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്, അതുകൊണ്ട് നമ്മൾ അത് റിഡംഷൻ നടത്തണം. ഓക്കെ, the shares have now become due for redemption.
സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? നമ്മൾ ഡിസ്കവേർഡ് കണ്ടെത്തിയത് കമ്പനീസ് റിസർവ് ഫണ്ട് അമൗണ്ട്സ് ടു ₹75,000. 75,000 രൂപയുടെ ഒരു റിസർവ് ഫണ്ട് കമ്പനിയുടെ കയ്യിലുണ്ട്. കമ്പനിയുടെ റിസർവ് ഫണ്ട് ആയിട്ട്, റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന എമൗണ്ട് ആണ്. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന എമൗണ്ട് ആണ് റിസർവ്. അങ്ങനെ 75,000 രൂപയുടെ റിസർവ് ഉണ്ട് കമ്പനിയുടെ കയ്യിൽ. ശ്രദ്ധിക്കുക, കോമ ₹50,000 out of which has been decided to be utilized in connection with the redemption. അതായത് ഈ 75,000 രൂപ ഉണ്ടല്ലോ, ഈ 75,000 രൂപയിൽ 50,000 രൂപ കമ്പനി എന്ത് ചെയ്തു? ഈ റിഡംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. റിഡംഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഈ 75,000 രൂപ റിസർവിൽ നിന്ന്, റിസർവ് എന്ന പ്രോഫിറ്റ് തന്നെയാണ്, പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ച എമൗണ്ട് ആണ്. ആ 75,000 നിന്ന് 50,000 രൂപ നമ്മളെ ഈ റിഡംഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. മനസ്സിലോട്ട് വെക്കട്ടോ. അപ്പൊ പ്രോഫിറ്റിൽ നിന്ന് എത്ര രൂപ എടുത്താ കൊടുക്കുന്നത്? 75,000 ഉണ്ടായിരുന്നു, പക്ഷെ 50,000 ആണ് കമ്പനി പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുള്ളൂ. The balance being met out of a fresh issue of sufficient number of equity shares of ₹20 each. ബാലൻസ് എമൗണ്ട് ഉണ്ടല്ലോ, ബാലൻസ് എത്ര നമുക്ക് കണ്ടെത്താം. ബാലൻസ് അതായത് 50,000 ലാഭത്തിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് ബാക്കി എത്ര കൊടുക്കാനുണ്ടോ ആ എമൗണ്ട് എങ്ങനെ കണ്ടെത്തും? പുതിയ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് കമ്പനി കണ്ടെത്തുന്നത്. കമ്പനിയുടെ ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില എത്രയാണ്? 20 രൂപ. അപ്പൊ ഒരു ഇക്വിറ്റി ഷെയറിന് 20 രൂപയാണ്. അപ്പൊ ബാലൻസ് എത്ര കൊടുക്കാനുണ്ടോ അത്ര എമൗണ്ട് ഈക്വൽ ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യും. ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില 20 ആണ്. ശ്രദ്ധിക്കാം. ഓക്കെ, യു ആർ റിക്വസ്റ്റഡ് ടു ഗീവ് ജേർണൽ എൻട്രി. ഇതിന്റെ ജേർണൽ എൻട്രി കാണിക്കാനാണ് പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കട്ടെ, ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും മനസ്സിലായല്ലോ. കമ്പനിക്ക് മൊത്തം 100 രൂപയുടെ 1000 ഷെയറാണ് നമുക്ക് റെഡീം ചെയ്യാനുള്ളത്. അപ്പൊ തന്നെ മനസ്സിലാക്കാം, 1000 × 100 1,00,000 രൂപയാണ് നമ്മൾ റിഡംഷന്റെ സമയത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി 50,000 രൂപ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് 75,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്, റിസർവ് ആയിട്ടുണ്ട്. പക്ഷെ അത് 50,000 രൂപ അതിനെടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുള്ളൂ. അപ്പൊ 1,00,000ത്തിന് 50,000 ആയി. ഇനി 50,000 കൊടുക്കാല്ലേ, അത് നമ്മൾ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് കണ്ടെത്തുന്നത്. ഒരു ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര രൂപ കൊടുക്കും? 20 രൂപ കൊടുക്കും. അപ്പൊ 50 ബാക്കി 50,000 കിട്ടണമെങ്കിൽ എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണം നമുക്ക് നോക്കാം. ഓക്കെ, നോക്ക്, നമുക്ക് മൊത്തം റിഡംഷന് വേണ്ടിയിട്ട് എത്ര വരുന്നു നോക്കണം. റിഡംഷൻ നടത്താണ് നമ്മൾ ആദ്യം നോക്കണം. വാല്യൂ ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. നമുക്ക് റെഡീമബിൾ പ്രിഫറൻസ് ഷെയറിന് മൊത്തം എത്ര വാല്യൂ വരും? 1000 ഷെയറുകളാണുള്ളത്. ഒരു ഷെയറിന്റെ വില 100 രൂപ. അപ്പൊ മൊത്തം നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? 1000 × 100 1,00,000 രൂപയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. 1,00,000 കൊടുത്താൽ മതി. കാരണം പ്രീമിയം ആയിട്ട് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ക്വസ്റ്റ്യനിൽ. 1000, അപ്പൊ 1000 × 100 ചെയ്താൽ മതി. പ്രീമിയം ഇപ്പൊ 10% പ്രീമിയം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലോ, അപ്പൊ 1,00,000ത്തിന്റെ 10% കൂടി ആഡ് ചെയ്തിട്ട് ആ എമൗണ്ട് ആണ് ടോട്ടൽ കൊടുക്കേണ്ടത്. ഇവിടെ പ്രീമിയം ഒന്നും കൊടുക്കുന്നില്ല, കറക്റ്റ് ആ എമൗണ്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പം ആ ക്വസ്റ്റ്യനിൽ പറയും പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ 1000 × 100 1,00,000 പ്രീമിയം കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കാം. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റിൽ നിന്ന് എത്ര എടുത്ത് കൊടുക്കും? അതായത് പ്രോഫിറ്റ് നമുക്ക് എത്ര ഉണ്ട്? റിസർവ് ആയിട്ടുള്ള പ്രോഫിറ്റ് നിന്ന് മാറ്റി വെച്ച റിസർവ് എത്ര ഉണ്ട്? 75,000 ഉണ്ട്. അതിൽ 50,000 നമ്മൾ എന്ത് ചെയ്യും? ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പം ഔട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് റിസർവ്, അങ്ങനെ ഔട്ട് ഓഫ് റിസർവ് നമ്മൾ എത്ര ഉപയോഗിക്കും? 50,000 എടുത്ത് കൊടുക്കും. അതിന് 50,000 റിഡംഷൻ വാങ്ങി. ബാലൻസ് 50,000 ഇനി 50,000 നമ്മൾ കണ്ടെത്തും. 1,00,000 രൂപ കൊടുക്കണം. 50,000 നമ്മൾ ലാഭത്തിന് കൊടുക്കും. ഇനി 50,000 കൊടുക്കും. അതെങ്ങനെ കണ്ടെത്തും? നമ്മൾ പുതിയ ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. ബാക്കി 50,000 കിട്ടാൻ വേണ്ടി. അപ്പൊ കമ്പനിയുടെ ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില എത്ര? 20 രൂപ. ഒരു ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ 20 രൂപ കിട്ടും. നമുക്ക് എത്ര രൂപ കിട്ടണം? 50,000. അപ്പൊ എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യും? എങ്ങനെ കണ്ടെത്താം?
50,000 ഡിവൈഡ് ബൈ ഒരു ഷെയറിന്റെ വില 20. അപ്പൊ എത്ര കിട്ടും? 2,500 വരിക. അല്ലെ, 2,500 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണം. 2,500 ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത്. ഒരു 2,500 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഓരോ ഷെയറിന് 25 രൂപ കിട്ടും. അപ്പൊ 2,500 50,000 രൂപ കിട്ടൂലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? 50,000 രൂപ നമ്മൾ ലാഭത്തിൽ നിന്ന് കൊടുത്തു. ബാക്കി 50,000 നമ്മൾ 2,500 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കണ്ടെത്തി. അങ്ങനെയാണ് നമ്മൾ ഈ മൊത്തം 1,00,000 രൂപ റിഡംഷന് വേണ്ടിയിട്ട് കണ്ടെത്തുന്നത്. ഇനി ഈ കാര്യം നമ്മൾ ജേണലിൽ കാണിക്കണം വേണ്ടത്. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കട്ടോ. ശ്രദ്ധിച്ചോ, നമുക്ക് ഇതിൽ കാണിക്കാനുള്ളത് നമ്മൾ കുറെ നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് രണ്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ രണ്ട് കാര്യവും ചെയ്യുന്നുണ്ട്. കുറച്ച് ക്യാഷ് ഫ്രഷ് ഇഷ്യൂയിലൂടെയും കുറച്ച് ക്യാഷ് പ്രോഫിറ്റിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്നത് കാണിക്കാം. പ്രോഫിറ്റിന് എത്ര നമ്മൾ എടുത്തു കൊടുക്കുന്നത്? 50,000 രൂപ നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. അത് ആദ്യം കാണിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് എടുത്തു കൊടുക്കുക. അപ്പൊ അതിന് കാരണമാണ് റിസർവ് ഫണ്ട്. ആ റിസർവ് ഫണ്ടിൽ നിന്ന് 50,000 എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് നടത്തുന്നത് വെച്ചെങ്കിൽ എത്രയാണോ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് ആ എമൗണ്ട് എങ്ങോട്ട് മാറ്റണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് മാറ്റണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോഴുള്ള റൂള്. ഓക്കെ, നമ്മുടെ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോ പിന്നെ വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അപ്പോ പ്രോഫിറ്റിൽ നിന്ന് എവിടെ എടുത്ത് കൊടുക്കുന്നത്? റിസർവ് ഫണ്ടിൽ നിന്നല്ലേ. റിസർവ് ഫണ്ട് അക്കൗണ്ട് ടു എങ്ങോട്ടാണ് മാറ്റേണ്ടത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക്. ഓക്കെ, എമൗണ്ട് ഓഫ് റുപ്പീസ് 50,000 ട്രാൻസ്ഫേർഡ് ടു, ഇതാണ് നരേഷൻ, ട്രാൻസ്ഫേർഡ് ടു എങ്ങോട്ടാ വേണ്ടത്? CR അല്ലേ. നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ റിസർവ് ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എത്ര മാറ്റി? 50,000 മാറ്റി. അതാണ് പ്രോഫിറ്റിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജേണലാണ്. ഓക്കെ, അപ്പൊ അത് ആദ്യം ചെയ്യും. അത് കംപ്ലീറ്റ് ആയി. പ്രോഫിറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ റൂള് നമ്മൾ ചെയ്യും. ഇനി നമുക്ക് ബാക്കി 50,000 ഉണ്ട്. 1,00,000 കൊടുക്കാനുള്ളത്. ബാക്കി 50,000 കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്താണ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ കാണിക്കാം? ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ എത്ര ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂഡ് ഓർമ്മ നമ്മൾ കണ്ടിട്ടില്ലേ? 2,500 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ്. ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില എത്രയാണ്? 20 ഈച്ച് അല്ലേ. ഓഫ് റുപ്പീസ് 20 ഈച്ച്. എത്ര കിട്ടും? 50,000 കിട്ടും. അപ്പൊ മൊത്തം എത്ര കിട്ടി? 1,00,000 കിട്ടി. അപ്പൊ നമ്മൾ ഫണ്ട് കണ്ടെത്തിയത് നമ്മൾ കാണിച്ചു. റിഡംഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തി എന്നുള്ള ജേണൽ കാണിച്ചു. 50,000 ലാഭത്തിൽ റിഡംഷൻ ക്യാപിറ്റൽ CR മാറ്റി 50,000 പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കണ്ടെത്തി. 1,00,000 ആയി. ഇനി നമ്മൾ റിഡംഷൻ നടത്താൻ പോകാം. ഫസ്റ്റ് റിഡംഷൻ നടത്തുമ്പോൾ ആദ്യത്തെ ജേണൽ എന്താ? redeemable preference share capital account ledger to preference share holders. ഓക്കെ, അവിടെ പ്രീമിയം ഒന്നും കാണിക്കണ്ട. കാരണം നമ്മൾ റിഡംഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നില്ല? പ്രീമിയം ഒന്നും കൊടുക്കുന്നില്ല. അപ്പം redeemable preference share capital account ledger to preference share holders. preference share holders ന്റെ ഇന്നലെ നമ്മൾ തിരിച്ചു വാങ്ങുന്നത്. അപ്പം ഇതെന്തായി? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? റിഡംഷൻ ഡ്യൂ ആയി, സമയമായി, റിഡംഷനുള്ള സമയമായി, ഡ്യൂ ആയി എന്നുള്ളത് കാണിക്കുന്ന ജേണലാണ് redeemable preference share capital account ledger to preference share holders. എത്രയാണ് എമൗണ്ട്? 1,00,000 അല്ലേ. 1,00,000 നമ്മൾ മൊത്തം കൊടുക്കാൻ മതി. റിഡംഷന് വേണ്ടിയിട്ട് മൊത്തം കണ്ടെത്തേണ്ട എമൗണ്ട് 1,00,000. ആ 1,00,000 നമ്മൾ കണ്ടെത്തിയതാണ് കാണിച്ചത്. ഓക്കെ, ഇനി അവസാനം നമ്മൾ അവർക്ക് പോയി മാറ്റിക്കണം. ഇതിപ്പോ ഡ്യൂ ആയി കാണിച്ചിട്ടുള്ളൂ. റിഡംഷന് വേണ്ടിയിട്ടുള്ള സമയം ആയി കാണിച്ചിട്ടുള്ളൂ. നമ്മൾ റിഡംഷൻ നടത്തുകയാണ്. റിഡംഷൻ നടത്തുന്ന സമയത്ത് ഡ്യൂ ആയി മാത്രം മതിയോ? അവർക്ക് പേയ്മെന്റ് കൊടുക്കണ്ടേ? ക്യാഷ് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണ്ടേ? അത് കാണിക്കണം. എങ്ങനെയാണ്? ആദ്യം കൊടുക്കുന്നത് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനല്ലേ. പ്രിഫറൻസ് ഷെയർ കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാം അല്ലേ. എന്നിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യും? ആ പ്രിഫറൻസ് ഷെയർ നമ്മൾ കമ്പനി തിരിച്ചു വാങ്ങും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്
എന്താ എന്താ നരേഷൻ എന്തില്ല പേയ്മെന്റ് ഓഫ്